ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇംഗ്ലീഷിൻ്റെ സ്റ്റഡി വ്ലോഗാണ് കാണിക്കുന്നത്. നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ച് എന്നുള്ള ടോപ്പിക്കിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇന്ന് പഠിക്കുന്നുള്ളൂ കേട്ടോ. അധികം ഓവർലോഡ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് മാത്രം പഠിക്കുന്നത്. അപ്പോൾ ഞാൻ അലൻ സാറിൻ്റെ ക്ലാസ്സാണ് കണ്ടത്. എക്സാമിനത്തെ അലൻ സാറിൻ്റെ ക്ലാസ്സാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. ഒരു വർഷം മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു ജസ്റ്റ് 23 മിനിറ്റ്സ് ഒക്കെയുള്ള ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ അത് നല്ല യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ നാച്ചു സാറിൻ്റെ സൈലത്തിൻ്റെ ക്ലാസ് നല്ലതാണ്. അത് എനിക്കിന്ന് നൈറ്റ് കാണണം. ഇപ്പം ഞാൻ ജസ്റ്റ് ടെൻസസിൻ്റെ ചേഞ്ചസ് മാത്രമേ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, അധികം ഓവർലോഡ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ജസ്റ്റ് ടെൻസസ് എങ്ങനെയൊക്കെയാണ് മാറുന്നതെന്നൊക്കെ ഞാൻ കുറേ നേരം ഇരുന്ന് വായിച്ച് പഠിച്ചു. പിന്നെ ഇത് ഞാൻ ജസ്റ്റ് റഫായിട്ട് എഴുതി വെച്ചതാണ്. അതായത് നമുക്ക് ഷോർട്ട് നോട്ടിലേക്ക് വൃത്തിയിൽ എഴുതാൻ വേണ്ടിയിട്ട് ജസ്റ്റ് റഫായിട്ട് എഴുതി വെച്ചതാണ്. ഇത് പിന്നെ ഞാൻ ഈ ഒരു പേപ്പർ ഇങ്ങനെ മടക്കിയിട്ടാണ് ട്രൈ ചെയ്യാറുള്ളത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടിപ്പാണ് ഇത്. കാരണം ഇത് നമുക്കിങ്ങനെ കുറേ സ്പേസ് നമുക്ക് ലാഭിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് വേഗം ഒരു സ്ഥലത്ത് എവിടെയെങ്കിലുമൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വേഗം എടുത്ത് വായിച്ചു നോക്കാനൊക്കെ പറ്റുന്ന രീതിയിലാണ് ഞാനിത് ചെയ്തത്. ഈ ഒരു ക്ലാസ്സാണ് ഞാൻ കണ്ടത് കേട്ടോ. പിന്നെ ഞാൻ ആ വീഡിയോ കാണിക്കാത്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് വരുവേ. പിന്നെ ഞാൻ കുറേ നേരം ഇരുന്ന് എഴുതി പഠിക്കുകയും വായിച്ച് പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് അതിൻ്റെ ബേസ് വരുന്നത്, റിപ്പോർട്ടഡ് സ്പീച്ച്. നിങ്ങളുടെ ഡെയിലി റൊട്ടീൻസൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്? താഴെ കമൻസിലൂടെ അറിയിക്കാൻ മറന്നു പോകരുത്. നമ്മൾ ഒരു ടൈം ടേബിൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ SSLC നെക്സ്റ്റ് 2026 to 2027 വരെ ഉള്ളവർക്ക് നല്ലൊരു ആശംസകൾ ഞാൻ നേരുന്നു. അപ്പോൾ ബൈ.